ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് സച്ച് പീട്ടിക്ക് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നേരത്തെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ കുറേ നേരം രാവിലെ സമയം സംസാരിച്ചു. ആക്ച്വലി കല്യാണത്തിനൊക്കെ മുന്നേ കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്. കല്യാണമൊക്കെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, കുടുംബജീവിതമൊക്കെ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ ഒരു രസമാണ് എന്നൊക്കെ കല്യാണം കഴിഞ്ഞ് കുറേ പേര് എന്നോട് ഇങ്ങനെ സജഷൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ പ്രണയവിവാഹമാണെങ്കിലും എത്രയൊക്കെ തന്നെയാണെങ്കിലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ കല്യാണം 2 മാസം മുന്നേ ആയിരുന്നു കേട്ടോ. എൻ്റെ 27ാമത്തെ വയസ്സിലായിരുന്നു. ആക്ച്വലി എനിക്ക് അത്യാവശ്യം മെച്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലല്ല ഞാൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് കുടുംബജീവിതം വളരെ മനോഹരമായിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേ. ചിലപ്പോൾ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം ചിലരിൽ നിന്നൊക്കെ ഇങ്ങനൊരു സജഷൻ വന്നത്. പക്ഷേ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മുടെ കൂടെ കൂട്ടിനൊരാളുള്ളത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ അതെന്തായാലും ഉണ്ടാവും, അത് ഭയക്കുന്നവർ ഇതിലേക്ക് വരരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.